അപ്പൊ കൂട്ടരെ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ വെറും 2 മുട്ടയും രണ്ടോ മൂന്നോ ബ്രെഡും കൊണ്ട് എളുപ്പത്തിൽ നമുക്കൊരു നാസ്ത അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാം. അത് മാത്രമല്ല, നമുക്കിത് വേണമെങ്കിൽ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ അതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ കൂട്ടുകാരെ ലൈക്ക് അടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളെ. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ഉന്മേഷവും ഊർജ്ജമൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഇതെങ്ങനെയാ ചെയ്തതെന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പൊ ആദ്യം നമ്മൾ നല്ല ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എടുത്തെന്ന് പറയാം ഒരു 3/4 ബൗളോളം അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞാണ്, ഒരു സവാള എടുത്തിട്ടുണ്ട്, അത് പൊടിയായിട്ട് അരിഞ്ഞാണ്, അത് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും പൊടിയായിട്ട് അരിഞ്ഞാണ്, അത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുക്കുന്ന 2 പച്ചമുളക്, അതും പൊടിയായിട്ട് അരിഞ്ഞാണ്, അത് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത് നമുക്കൊരു മുട്ട പൊട്ടിച്ചു വയ്ക്കും. മൊത്തത്തിൽ ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്യலாம். ഇനി നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കുന്ന ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഒരു പിഞ്ച് ഉപ്പും കൂടെ, അത് പാകത്തിനനുസരിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത്. അടുത്ത നമ്മൾ വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഒരു ദോശക്കല്ലാണ്. ഈ ദോശക്കല്ലിന് പകരം വേണമെങ്കിൽ പാനും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ദോശക്കല്ലാണ് എടുത്തേക്കുന്നത്. ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. നമ്മളൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് ഒരു സൈഡ് ഒന്ന് മുരിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിന്റെ മേളിലോട്ട് വെച്ചു കൊടുക്കുക. എത്ര വേണോ അത് നിങ്ങൾ അനുസരിച്ച് വെച്ചാൽ മതി. നമുക്ക് തിരിച്ചിടാം. അതേപോലെ വീണ്ടും നമ്മൾ ഇതിന്റെ പുറത്ത് വെച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ നമുക്ക് 4 പ്രാവശ്യം ഈ സൈഡ് മാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും തിരിച്ച് ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വേണ്ട, എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മൊത്തത്തിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്ത് ഇനി നമുക്കൊരു പീസാക്കി എടുക്കാം. പീസാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി